നമസ്കാരം. യൂട്യൂബ് ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് ഓരോ ഫാമിലി മെമ്പറേയും ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ 15-ാം തീയതി പരീക്ഷയാണെന്നറിയാം. KSRൻ്റെ പരീക്ഷയാണ്. അതുകൊണ്ട് വളരെ ധൃതി പിടിച്ചിട്ടാണ് ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ സമർപ്പിക്കുന്നത്. അത് ട്രാൻസ്ഫർ ടിയെക്കുറിച്ച് അതിൻ്റെ റൂൾസൊക്കെ വളരെ വിശദമായി കഴിഞ്ഞ വീഡിയോയിലിട്ടിരുന്നു. അത് ധാരാളം പേര് കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനോടൊപ്പം തന്നെ PSC കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള 5-6 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് വളരെ പ്രസക്തമായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് കൂടി 30ഓളം ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ്. എല്ലാവരും ഇത് കാണണം. കാരണം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ധാരാളമായിട്ട് ഇത് ഉപകാരപ്പെടും എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. പിന്നെ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ എപ്പോഴും എന്നെ വിളിച്ച് ചോദിക്കുക. ആസ് ഓഫ് നൗ ഒരാളിൻ്റെ പോലും ക്വസ്റ്റ്യന് ഞാൻ ആൻസർ ചെയ്യാതെ വിട്ടിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ നിസ്സാരമായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി കണ്ടിട്ട് അത് ഉറപ്പ് വരുത്തിയിട്ട് വേണം പരീക്ഷയ്ക്ക് വേണ്ടി പോകാൻ എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് നമുക്ക് എല്ലാ കാലത്തേക്കും വേണ്ടിയിട്ടുള്ളതാണെന്നും ഈ അക്കൗണ്ട് ടെസ്റ്റ് പരീക്ഷ കഴിഞ്ഞാലും നിങ്ങളുടെ ഡേ ടു ഡേ ഒഫീഷ്യൽ ഡ്യൂട്ടീസിന് വളരെയധികം ഉപകാരപ്രദമായിരിക്കുമെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മാത്രമല്ല, എൻ്റെ ഒരു മിഷൻ തന്നെ ഇപ്പോൾ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. KSRനെ കുറിച്ച് കുറച്ച് എന്തൊക്കെയോ അറിയാം, പക്ഷേ ഒരു പെർഫെക്റ്റ് നോളജ് ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. KSRന് മാത്രമല്ല, ജീവിതത്തിൽ തന്നെ എന്തിനെക്കുറിച്ചും പൂർണ്ണമായിട്ടുള്ള ഒരു അറിവില്ലാതെ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു സേയിങ് തന്നെ. അപ്പോൾ എൻ്റെ ഈ ചാനലിലൂടെ ആ ഒരു മിഷൻ ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും വളരെയധികം എന്നെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുന്നു. തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇവിടെ ട്രാൻസ്ഫർ ടിയുടെ ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ റൂൾസ് ഞാനിവിടെ പറയുന്നില്ല, കാരണം ഒരുപാട് സമയം പോകുന്നുള്ളതുകൊണ്ടാണ്. മാത്രമല്ല, കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായ റൂള് കോട്ട് ചെയ്തിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 അത് ട്രാൻസ്ഫർ ടി ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ദാറ്റ് ഹാവ് അപ്പിയർഡ് ഇൻ PSC account test exam. First question: what type of TA is admissible to an officer on retirement to enable him to settle down in any place after retirement? അതായത് ഒരു റിട്ടയർ ചെയ്യുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും പെർമനൻ്റായിട്ട് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള യാത്രയ്ക്ക് നൽകുന്ന TA എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, ഈസ് ഇറ്റ് ടൂർ TA ഓർ ട്രാൻസ്ഫർ TA, വാട്ട് എവർ ഇറ്റ് ബി. ആൻഡ് ആൻസർ ട്രാൻസ്ഫർ TA ആണ്. കാരണം അദ്ദേഹം വിത്ത് ഫാമിലി ആൻഡ് ബാഗേജ് ഈസ് ഷിഫ്റ്റിംഗ് ടു ദി ന്യൂ പ്ലേസ്. പുതിയ സ്ഥലത്തേക്ക് അദ്ദേഹം മാറുകയാണെന്ന് ഓർക്കുക. അതുകൊണ്ട് ട്രാൻസ്ഫർ TA ആണ് അദ്ദേഹത്തിന് നൽകുന്ന TA. 2, ഫാമിലി ഫോർ ദ പർപ്പസ് ഓഫ് TA ഡസ് നോട്ട് ഇൻക്ലൂഡ്. അതായത് ഫാമിലിയുടെ ഡെഫിനിഷൻ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്. പെൻഷൻ ഒന്നാണ്, TA മറ്റൊരു വിധത്തിലാണ് ഫാമിലിയെ ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ പ്രസക്തമാകുന്നത്. ഫാമിലി ഫോർ ദ പർപ്പസ് ഓഫ് TA ഡസ് നോട്ട് ഇൻക്ലൂഡാണ്. ഇതും നിങ്ങൾ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് മനസ്സിലാക്കേണ്ടതാണ്. ചിലത് ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്ന് ചോദിക്കാം, നോട്ട് ഇൻക്ലൂഡഡ് ചോദിക്കാം. ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടേ നിങ്ങൾ ആൻസർ ചെയ്യാവൂ എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. So the options are dependent father, B minor daughter, C wife, D minor son. ഇതിലെ ആരാണ് ഫാമിലി അംഗം അല്ലാത്തതെന്നാണ് ചോദ്യം. ദ ആൻസർ ഈസ് ഡിപ്പെൻഡൻറ്റ് ഫാദർ. ഫാദറും മദറും ടിയുടെ പർപ്പസിന് ഡിപ്പെൻഡൻ്റായിട്ട് അല്ലെങ്കിൽ ഫാമിലി മെമ്പറായിട്ട് കണക്കാക്കപ്പെടില്ല എന്നർത്ഥം. തേർഡ് ക്വസ്റ്റ്യൻ: while on transfer a grade
2B officer is eligible to draw cost of transportation of following personal conveyances. അതും ഈ ടി എ ആയിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണ്. അവരുടെ ഗ്രേഡിനെ ആശ്രയിച്ചാണ് ടി എ നിർണ്ണയിക്കപ്പെടുന്നതെന്ന് ഓർക്കുക. അതുകൊണ്ട് ആ ഗ്രേഡ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വൈൽ ഓൺ ട്രാൻസ്ഫർ ഇവിടെ ഗ്രേഡ് 2B ഓഫീസറാണ്. ഹീ ഈസ് എലിജിബിൾ ടു ഡ്രോ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫോളോയിങ് പേഴ്സണൽ കൺവെയൻസസ്. അദ്ദേഹത്തിൻ്റെ കാറ്, മോട്ടോർ ബൈക്ക് ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇതിലേതെങ്കിലും കൊണ്ടുപോകാൻ അനുവാദമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏത് വണ്ടിയാണ് കൊണ്ടുപോകാൻ പേഴ്സണൽ ഇഫക്ട്സിൻ്റെ കൂടെ അദ്ദേഹത്തിന് ക്യാരി ചെയ്യാവുന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ ഓപ്ഷൻസ് മോട്ടോർ കാർ, ബി മോട്ടോർ സൈക്കിൾ, സി മോട്ടോർ കാർ ആൻഡ് മോട്ടോർ സൈക്കിൾ, ഡി ഹീ ഈസ് നോട്ട് എലിജിബിൾ ടു ക്യാരി എനിത്തിങ്. ഒന്നും കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നാണ്. ഈ 4 ഓപ്ഷനാണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ബി ആണ്. ഇറ്റ് ഈസ് മോട്ടോർ സൈക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. ദ ടി എ വിൽ ബി ഗിവൺ ആസ് ഫോർ എ ജേർണി ഓൺ ട്രാൻസ്ഫർ ഫ്രം ദ ലാസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ടു ദി പ്ലേസ് ഓഫ് റെസിഡൻസ് വെയർ ഹി പ്രപ്പോസസ് ടു സെറ്റിൽ ഡൗൺ ഈസ് കോൾഡ്. അതായത് ടി എ വിൽ ബി ഗിവൺ ആസ് ഫോർ ജേർണി ഓൺ ട്രാൻസ്ഫർ ഫ്രം ലാസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ടു ദ പ്ലേസ് ഓഫ് റെസിഡൻസിലേക്ക് പോകുന്ന യാത്രയാണ്. വെയർ ഹി പ്രപ്പോസസ് ടു സെറ്റിൽ ഡൗൺ. അവിടെ അദ്ദേഹം സ്ഥിരതാമസത്തിന് ഉദ്ദേശിക്കുന്നതാണ്. ആ ടി എ എന്ത് വിളിക്കും എന്നാണ് ആൻസർ. ടി എ ടു ആൻ ഓഫീസർ ഓൺ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ടി എ ആണത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5. എയർ ട്രാവൽ ഈസ് അഡ്മിസിബിൾ ഫോർ 1. എ IAS ഓഫീസേഴ്സ്, ബി ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, സി സെക്രട്ടറീസ് ഓഫ് മിനിസ്റ്റേഴ്സ്, ഡി ആൾ ഓഫ് ദി എബവ്. ഇതിൽ ആർക്കാണ് എയർ ട്രാവലിന് അനുവാദമുള്ളതെന്നാണ്. യു നോ ദാറ്റ് ഓൾ ദി 3 മെമ്പേഴ്സ് ആർ എലിജിബിൾ. ഈ 3 പേർക്കും എയർ ട്രാവലിനുള്ള അഡ്മിസിബിലിറ്റി ഉണ്ട്. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഡി, ആൾ ഓഫ് ദി എബവ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6. ടി എ വിൽ ബി പെയ്ഡ് ഇൻ കേസസ് ഓഫ് റിക്വസ്റ്റ് ട്രാൻസ്ഫേഴ്സ് പ്രൊവൈഡഡ് the official concerned has spent at least a dash years at this station from which he seeks transfer. അതായത് ഒരു സ്റ്റേഷനിൽ 1 വർഷത്തെ സർവീസെങ്കിലും കംപ്ലീറ്റ് ചെയ്ത ഒരാളിനെ അയാളുടെ റിക്വസ്റ്റ് ട്രാൻസ്ഫർ ആണെങ്കിൽ ട്രാൻസ്ഫർ ടി എക്ക് എലിജിബിലിറ്റി ഉണ്ടാകുമെന്നാണ് ഈ റൂളിൽ പറയുന്നത്. അവർ പിന്നെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന എ 1 year, ബി 3 years, സി 2 years, ഡി 4 years ആണ്. ആൻഡ് ആൻസർ എ 1 year ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 7. എ ഗ്രേഡ് 1 ഓഫീസർ വിത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് കോഴിക്കോട് വാസ് ട്രാൻസ്ഫേർഡ് ടു തിരുവനന്തപുരം. വൈൽ ക്ലെയിമിംഗ് ഹിസ് ട്രാൻസ്ഫർ ടി എ ടു ഹിസ് മദർ ഹു ഈസ് സോൾലി ഡിപ്പെൻഡൻറ്റ് ഓൺ ഹിം, ദ സാങ്ഷനിങ് അതോറിറ്റി ഓഫ് ട്രാൻസ്ഫർ ടി എ ഡിസലൗഡ് ദ ക്ലെയിം. വാട്ട് ഈസ് യുവർ വ്യൂ? ഒരു ഗ്രേഡ് 1 ഓഫീസർ അദ്ദേഹത്തിന് കോഴിക്കോട് ഹെഡ് ക്വാർട്ടേഴ്സുള്ള അദ്ദേഹത്തിന് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ ട്രാൻസ്ഫർ ടി എയിൽ അദ്ദേഹം മദറിന് കൂടി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഷീ വാസ് സോൾലി ഡിപ്പെൻഡൻ്റ് ഓൺ ഹിം. അപ്പോൾ ഈ കേസിൽ ട്രാൻസ്ഫർ ടി എക്ക് അദ്ദേഹത്തിൻ്റെ മദറിന് എലിജിബിലിറ്റി ഉണ്ടെന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മദറും ഫാദറും ഒന്നും ട്രാൻസ്ഫർ ടി എയുടെ കേസിൽ ഫാമിലിയുടെ ഡെഫിനിഷനിൽ വരില്ല. സോ വാട്ട് ഈസ് യുവർ വ്യൂ എന്ന് ചോദിച്ചാൽ ദി ഒബ്സർവേഷൻ ഈസ് കറക്റ്റ്. അതായത് എൻ്റെ ആൻസർ ഇങ്ങനെയാണ്. ദ ട്രാൻസ്ഫർ ടി എ ഡിസലൗഡ് ടു മദർ ഈസ് ഇൻ ഓർഡർ ആസ് മദർ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ആസ് മെമ്പർ ഓഫ് ഫാമിലി ഫോർ ദ പർപ്പസ് ഓഫ് ടി എ. അതായത് മദറിന് ട്രാൻസ്ഫർ ടി എ നിഷേധിച്ച നടപടി പൂർണ്ണമായും ശരിയാണ്. കാരണം മദറും ഫാദറും ട്രാൻസ്ഫർ ടി എക്ക് ഫാമിലിയുടെ ഡെഫിനിഷനിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 8. An officer was transferred from Kollam to Kattapana in November 2018. He was drawing a basic pay of rupees 68,700 at the old station. What is the maximum weight of personal effects that he can bring to the new station by claiming transportation charges? അതായത് 2018 അദ്ദേഹത്തെ കൊല്ലത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് 68,700 ആ കേസിൽ മാക്സിമം അദ്ദേഹത്തിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന പേഴ്സണൽ ഇഫക്ട്സിൻ്റെ വെയിറ്റ് എത്രയാണെന്നാണ്. അത് 3000 kg ആണ്. അത് 2016 പേ റിവിഷൻ ഓർഡേഴ്സിലാണ്.
ഈ ലേറ്റസ്റ്റ് പേ റിവിഷൻ ഓർഡേഴ്സിലും അത് വെയ്റ്റ് 3000 തന്നെയാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9, എ ഗ്രേഡ് 2A ഓഫീസർ വാസ് ട്രാൻസ്ഫേർഡ് ഫ്രം കോട്ടയം ടു തൃശ്ശൂർ. He was relieved on 14/11/2018 from the old station. He joined duty at the new station after availing the admissible joining time in the forenoon of 23/11/2018. What is the earliest date on which his family members can proceed before his relinquishment from the old station for claiming admissible transfer TA as per rules? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു ഗ്രേഡ് 2A ഓഫീസറിനെ കോട്ടയത്ത് നിന്ന് തൃശ്ശൂരേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആൻഡ് ഹി വാസ് റിലീവ്ഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹി ഹാൻഡഡ് ഓവർ ചാർജ് ഓൺ 14/11/2018 ഫോർനൂൺ. അന്നാണ് അദ്ദേഹം ചാർജ് വിട്ടത്. ആ ചാർജ് വിട്ടതിന് ശേഷം അദ്ദേഹത്തിന് ജോയിനിങ് ടൈമിന് അഡ്മിസിബിലിറ്റി ഉണ്ട്. അതും അവൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് 23/11/2018 അദ്ദേഹം ന്യൂ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യുന്നത്. ഇവിടുത്തെ കേസ് വാട്ട് ഈസ് ദി ഏർലിയസ്റ്റ് ഡേറ്റ് ഓൺ വിച്ച് ഹിസ് ഫാമിലി മെമ്പേഴ്സ് ക്യാൻ പ്രൊസീഡ് ബിഫോർ ഹിസ് റിലിൻക്വിഷ്മെൻറ്റ് ഫ്രം ദി ഓൾഡ് സ്റ്റേഷൻ. അത് ഹിയർ ഈസ് എ കേസ് വെയർ ഹിസ് ഫാമിലി പ്രീസീഡ്സ് ഹിസ് ട്രാൻസ്ഫർ. അതായത് അതിനു മുൻപേ അവർ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്നാണ് അവർ യാത്ര ചെയ്യേണ്ട ഏർലിയസ്റ്റ് ഡേറ്റ് എന്നാണ് ഹിസ് റിലിൻക്വിഷ്മെൻറ്റ് ഫ്രം ദ സ്റ്റേഷൻ. അതായത് 15/10/2018 എന്ന് പറഞ്ഞാൽ 1 month ബിഫോർ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഇവിടെ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഹാൻഡിങ് ഓവർ ചാർജാണ്. അത് 14/11/2018 ആണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ റൂള് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ചാർജ് വിടേണ്ടത് 1 മാസം മുൻപാണ്. അത് തുടങ്ങുന്നത് 15/10/2018. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. An officer deputed to undergo a course of training may draw TA as on transfer if the course of training exceeds -months. അതായത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ് മറ്റൊരു സ്റ്റേഷനിൽ. അദ്ദേഹത്തിന് ട്രാൻസ്ഫർ TA എലിജിബിലിറ്റി ഉണ്ടാകണമെങ്കിൽ മിനിമം എത്ര കാലത്തെ ട്രെയിനിങ് ആയിരിക്കണം എന്നാണ് ചോദ്യം. അത് അതിൻ്റെ ആൻസർ 3 months ആണ്. 3 മാസമെങ്കിലും മിനിമം ട്രെയിനിങ് പീരീഡ് ഉള്ള ആളിന് മാത്രമേ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ TA എലിജിബിലിറ്റി ഉള്ളൂ. അതിന് താഴെയാണെങ്കിൽ വെറും ടൂർ TA മാത്രമേ എലിജിബിലിറ്റി ഉള്ളൂ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11, ഇഫ് എ ട്രാൻസ്ഫേർഡ് എംപ്ലോയി carries his personal effects by road between places connected by rail, what will be the claim admissible over and above loading and unloading charges? ഈ ക്വസ്റ്റ്യൻ ശരിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇഫ് എ ട്രാൻസ്ഫേർഡ് എംപ്ലോയി carries his personal effects by road between places connected by rail, അതായത് റെയിൽ കണക്റ്റഡ് ആയിട്ടുള്ള 2 സ്റ്റേഷനുകളുണ്ട്. ഇപ്പോൾ കൊല്ലവും തിരുവനന്തപുരവും ഫോർ എക്സാമ്പിൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇഫക്ട്സ് റോഡ് വഴിയാണ്, ലോറി വഴിയാണ് കൊണ്ടുപോയതെന്ന് ഇരിക്കട്ടെ. ദെൻ വാട്ട് വിൽ ബി ദ ക്ലെയിം അഡ്മിസിബിൾ ഓവർ ആൻഡ് എബവ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ്? ആൻഡ് ആൻസർ ആക്ച്വൽ എമൗണ്ട് അപ് ടു ദ ലിമിറ്റ് ഓഫ് എമൗണ്ട് അഡ്മിസിബിൾ ഓൺ റെയിൽ. അതായത് റെയിൽവേ ഗുഡ്സ് വഴി കൊണ്ടുപോകുന്നതിന് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തു നിന്ന് കൊല്ലം വരെ എത്ര ചാർജ് ആകുമോ ആ ചാർജിൽ ലിമിറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ് കൂടെ കൊടുക്കുന്നുണ്ട്. കാരണം ആക്ച്വലി അത് റോഡ് മാർഗം ട്രാൻസ്പോർട്ട് ചെയ്തതായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12, ഫോർ കാൽക്കുലേറ്റിംഗ് TA, an officer on transit from one post to another post will be treated as belonging to. അതായത് ട്രാൻസ്ഫർ TA കാൽക്കുലേറ്റ് ചെയ്യാൻ ഓൺ ട്രാൻസിറ്റ് ഫ്രം വൺ പോസ്റ്റ് ടു അനദർ പോസ്റ്റ്, ഒരു പോസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിന് മറ്റൊരു പോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണെങ്കിൽ ഹി വിൽ ബി ട്രീറ്റഡ് ആസ് ബിലോങ്ങിങ് ടു. അതായത് താഴത്തെ പോസ്റ്റിലെ ഉദ്യോഗസ്ഥനായിട്ട് കണക്കാക്കുമോ അതേ ഉയർന്ന പോസ്റ്റിലെ ഉദ്യോഗസ്ഥനായിട്ട് കണക്കാക്കുമോ TA ട്രാൻസ്ഫർ TA വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി എന്നാണ് ചോദ്യം. ആൻഡ് ആൻസർ ലോവർ ഓഫ് ദ 2 പോസ്റ്റ്. താഴത്തെ ഇരിക്കുന്ന ആളായിട്ട് കണക്കാക്കിയിട്ടാണ് 2 പോസ്റ്റിലേക്കുള്ള ട്രാൻസ്ഫർ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ TA നിർണ്ണയിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13, ഫോർ ദ പർപ്പസ് ഓഫ് TA, ഓഫീസേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു.
അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് TA വർക്കൗട്ട് ചെയ്യുന്നതിന് ഉദ്യോഗസ്ഥരെ 4 ഗ്രേഡായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞാണ് ഗ്രേഡ് 1, ഗ്രേഡ് 2A, ഗ്രേഡ് 2B, അത് രണ്ടും കൂടെ ഗ്രേഡ് 2 ആയിട്ട് കണക്കാക്കും. ദെൻ ഗ്രേഡ് 3, ഗ്രേഡ് 4. അപ്പോൾ 4 ഗ്രേഡ്സ് എന്നാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. Question number 14. For calculation of TA, the grade of an officer drawing a basic pay of rupees 37,500 is, ഇത് 2016 പേ റിവിഷൻ ഓർഡേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ആൻസറാണ്. 37,500 ബേസിക് പേ ഉള്ള ഉദ്യോഗസ്ഥനെ ഏത് ഗ്രേഡിൽ ഉൾപ്പെടുത്തും എന്നാണ്. ആൻഡ് ആൻസർ ഗ്രേഡ് 2B. ഇതനുസരിച്ച് നിങ്ങളുടെ 2021 പേ റിവിഷൻ ഓർഡർ കൂടി അതിൻ്റെ റിവൈസ്ഡ് റേറ്റ് കൂടി നിങ്ങൾ പേ കൂടി നിങ്ങൾ പഠിച്ചു വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15. എ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അറ്റ് ട്രിവാൻഡ്രം വാസ് അപ്പോയിൻറ്റഡ് ആസ് എ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ആസ് അഡ്വൈസ്ഡ് ബൈ കേരള PSC ആൻഡ് പോസ്റ്റഡ് ടു കോഴിക്കോട്. ഹീ ഈസ് എലിജിബിൾ ഫോർ. അതായത് സെക്രട്ടേറിയറ്റിലെ ഒരു അസിസ്റ്റൻറ്റിനെ കേരള PSC വഴി ഒരു ഡിവിഷണൽ അക്കൗണ്ടൻ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്ത് എങ്കിൽ ഹീ ഈസ് എലിജിബിൾ ഫോർ. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ ടിയുടെ എലിജിബിലിറ്റി എങ്ങനെ നിർണ്ണയിക്കും എന്നാണ്. ട്രാൻസ്ഫർ TA കറസ്പോണ്ടിങ് ടു ദ ഗ്രേഡ് ഓഫ് അസിസ്റ്റൻറ്റ്, ബിക്കോസ് ദാറ്റ് ഈസ് എ ലോവർ പോസ്റ്റ്. അതുകൊണ്ട് ആ ലോവർ പോസ്റ്റിലെ അദ്ദേഹത്തിൻ്റെ ആ ഗ്രേഡ് അനുസരിച്ചായിരിക്കും ട്രാൻസ്ഫർ TA നിർണ്ണയിക്കുക. ദെൻ ക്വസ്റ്റ്യൻ 16. ആൻ ഓഫീസർ വർക്കിംഗ് അറ്റ് ട്രിവാൻഡ്രം വാസ് ട്രാൻസ്ഫർഡ് ടു എറണാകുളം on 1/3/2017. His wife working in another office at Trivandrum was transferred to Ernakulam on 1/9/2017. In this context, which of the following is correct? അത് ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടില്ല, ഒരുപാടുള്ളത് കൊണ്ടാണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ബോത്ത് ദി ഓഫീസേഴ്സ് ക്യാൻ ക്ലെയിം സെപ്പറേറ്റ് TA ആസ് 6 months ഹാവ് ഇലാപ്സ്ഡ്. ഇപ്പോൾ ഇവിടെ അതിൻ്റെ ക്ലൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിനെ ട്രാൻസ്ഫർ ചെയ്ത് 1/3/2017 ഹസ്ബൻഡും വൈഫും ഉദ്യോഗസ്ഥരാണെങ്കിൽ 6 മാസത്തിനുള്ളിലാണ് വൈഫിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വൈഫിനെ ഒരു മിയർ മെമ്പർ ഓഫ് ദി ഫാമിലി ആയിട്ട് കണക്കാക്കിയിട്ടാണ് ട്രാൻസ്ഫർ TA നൽകുന്നതെന്നർത്ഥം. പക്ഷേ ഇൻ ദിസ് കേസ് ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് ഷീ വാസ് ട്രാൻസ്ഫേർഡ് ആഫ്റ്റർ 6 months. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ 1/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞ ദിവസമാണ് അവർക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത്. അതുകൊണ്ട് അതൊരു ഫ്രഷ് കേസായിട്ട് അവർക്ക് പ്രത്യേകമായിട്ട് ട്രാൻസ്ഫർ ടിക്ക് എലിജിബിലിറ്റി ഉണ്ടെന്നർത്ഥം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17. എ ട്രാൻസ്ഫർ ഷാൽ ബി ഹെൽഡ് ടു ഇൻവോൾവ് എ ചേഞ്ച് ഓഫ് സ്റ്റേഷൻ only if the distance between the two places is not less than dash kilometers. അപ്പോൾ ഒരു ട്രാൻസ്ഫർ ടിക്ക് എലിജിബിലിറ്റി വേണമെങ്കിൽ അദ്ദേഹം ഇരുന്ന സ്റ്റേഷനും പുതിയ സ്റ്റേഷനും തമ്മിൽ മിനിമം എത്ര ദൂരമുണ്ടായിരിക്കണം എന്നാണ്. അത് 8 കിലോമീറ്റേഴ്സാണ്. 8 കിലോമീറ്റേഴ്സിൽ കൂടുതലുള്ള ഒരു സ്ഥലത്തേക്ക് ദൂരമുള്ളിടത്തേക്ക് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ ട്രാൻസ്ഫർ ടിക്ക് എലിജിബിലിറ്റി ഉള്ളൂ എന്നർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18. എ ജേർണി ഓൺ ട്രാൻസ്ഫർ ഈസ് ഹെൽഡ് ടു ബിഗിൻ ഓർ എൻഡ് അറ്റ് ദി ഡാഷ്. അത് നമ്മൾ ഈ ടൂർ ടിയെയും ട്രാൻസ്ഫർ ടിയെയും തമ്മിലുള്ള ഒരു എസെൻഷ്യലായിട്ടുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു ടൂർ ടിയെ ആരംഭിക്കുന്നത് ഫ്രം ഹിസ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്നിട്ട് അവസാനിക്കുന്നത് മറ്റൊരു ഓഫീസിലാണ്, അറ്റ് ആൻ ഔട്ട് സ്റ്റേഷൻ, അതൊരു ഓഫീസിലാണ്. ദെൻ ഓഫീസ് ടു ഓഫീസാണ്. വേറാസ് ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്ഫർ ടിയെ, ഒരു ട്രാൻസ്ഫർ ടിയുടെ കേസിൽ അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങുന്നത് ഇറ്റ് ഈസ് ഫ്രം ഹിസ് റെസിഡൻസ്. എവിടെയാണോ അദ്ദേഹം താമസിക്കുന്നത്, അതായത് ഹെഡ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്, വീട്ടിൽ നിന്ന് അദ്ദേഹം പുതിയ സ്റ്റേഷനിലെ ഏത് റെസിഡൻസിലാണോ എവിടെയാണോ താമസിക്കുന്നത് ആ വീട് വരെയുള്ള ഡിസ്റ്റൻസ് കണക്കാക്കിയിട്ടാണ് ട്രാൻസ്ഫർ ടിയെ. ദാറ്റ് മീൻസ് ഫ്രം ഹൗസ് ടു ഹൗസ്, മറ്റേ ഫ്രം ഓഫീസ് ടു ഓഫീസ്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, അതും വളരെ പ്രധാനമാണ്. ദെൻ ക്വസ്റ്റ്യൻ 19. TA will not be allowed to an officer on retirement to enable him to proceed to any place within or outside the state in the case of. അതിപ്പോൾ ഒരാളിനെ റിട്ടയർ ചെയ്യുന്നു, പക്ഷേ അതിന് മുൻപ് അയാളെ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്മിസൽ ആവുകയോ ആണ് എങ്കിൽ
അദ്ദേഹത്തിന് പിന്നെ സ്വന്തം കുടുംബത്തിലേക്ക് പോകാനായിട്ട് ട്രാൻസ്ഫർ ടി എക്ക് എലിജിബിലിറ്റി ഉണ്ടായിരിക്കില്ല. ഹി വിൽ നോട്ട് ബി ഗിവൺ എനി സച്ച് അലവൻസ്. ദെൻ ക്വസ്റ്റ്യൻ 20. An officer was transferred from Kollam to Kattapana in November 2018. He was drawing a basic pay of rupees 68,700 at the old station. What is the maximum weight of personal effects that he can bring to the new station by claiming transportation charges? 68,700 ഉള്ള ഒരാളിന് 2016 പേ റിവിഷൻ ഓർഡർ അനുസരിച്ച് 3000 kg ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. Question number 21. For the purpose of TA, family does not include. അതായത് ടി എയുടെ കേസിൽ ഫാമിലിയുടെ ഡെഫിനിഷനിൽ വരുന്നില്ല. അതിൽ ഓപ്ഷൻ ഉണ്ട്: ഫിസിക്കലി ഡിസേബിൾഡ് ഡോട്ടർ, എ ഡിപ്പെൻഡൻറ്റ് സൺ, എ ഡിപ്പെൻഡൻറ്റ് സ്റ്റെപ്പ് സൺ ആൻഡ് എ ഡിപ്പെൻഡൻറ്റ് മദർ. ഇതിൽ ആരാണ് ഫാമിലിയുടെ ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടാത്തത്? ദാറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് മദർ. ഇത് PSC ധാരാളം തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇതൊക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 22. The loading charges payable to class 4 officer for transportation of his personal effects in connection with his transfer journey from Thiruvananthapuram to Kollam on 31/5/2016 is at each end. അത് റേറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 400 rupees ആണ്. അത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പേ റിവിഷൻ ഓർഡേഴ്സ് 2016 വെച്ചിട്ടാണ്. ഒരു ക്ലാസ് 4 ഓഫീസർക്ക് ലോഡിംഗ് ചാർജസ് ആയിട്ട് എത്ര രൂപയ്ക്ക് എലിജിബിലിറ്റി ഉണ്ട്? ദാറ്റ് ഈസ് 400. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 23. ആൻ ഓഫീസർ അണ്ടർ സസ്പെൻഷൻ വാസ് റീഇൻസ്റ്റേറ്റഡ് ആൻഡ് വാസ് പോസ്റ്റഡ് ഇൻ ആൻ ഔട്ട് സ്റ്റേഷൻ അതർ ദാൻ ദ പ്ലേസ് വെയർ ഹി വർക്ക്ഡ് അറ്റ് ദി ടൈം ഓഫ് സസ്പെൻഷൻ പെൻഡിങ് ഫൈനലൈസേഷൻ ഓഫ് ദ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ്. ദെൻ എക്സാമിൻ ദി അഡ്മിസിബിലിറ്റി ഓഫ് ട്രാൻസ്ഫർ ടി എ. ഈ കേസിൽ ട്രാൻസ്ഫർ ടി എക്ക് എലിജിബിലിറ്റി ഉണ്ടോയെന്നാണ്. അതായത് അയാളെ സസ്പെൻഷനിലിരുന്നു, സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് റീഇൻസ്റ്റേറ്റ് ചെയ്തപ്പോൾ മറ്റൊരു സ്റ്റേഷനിലാണ് അയാളെ അപ്പോയിൻറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ വേർ ഹി വർക്ക്ഡ് അറ്റ് ദി ടൈം പെൻഡിങ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് പൂർത്തീകരിച്ചിട്ടും ഇല്ല. അങ്ങനെ കേസിൽ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ടി എക്ക് എലിജിബിലിറ്റി ഉണ്ടോ? യെസ്, ആ പുതിയ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ടി എ നൽകാവുന്നതാണെന്നർത്ഥം. ട്രാൻസ്ഫർ ടി എ ഈസ് അഡ്മിസിബിൾ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 24. An officer was transferred to one station from another on 1/1/2018. After availing eligible leave, he reported at the new station on 1/2/2018. His family travelled to the new station only on 1/8/2018. What is the eligibility of the officer for TA? Officer is eligible for TA but no claim for family members. എന്തുകൊണ്ടാണ്? അതായത് ഹി വാസ് ട്രാൻസ്ഫേർഡ് ടു വൺ സ്റ്റേഷൻ ഫ്രം 1/1/2018 അദ്ദേഹം ചാർജ് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ലീവ് എടുത്തതിന് ശേഷം പുതിയ സ്റ്റേഷനിലെത്തുന്നത് 1/2/2018. പക്ഷേ ഫാമിലി യാത്ര ചെയ്യുന്നത്, പുതിയ സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യുന്നത് 1/8/2018 എന്ന് പറഞ്ഞാൽ 31/7/2018 6 മാസം പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞിട്ട് 1/8 അവർ യാത്ര ചെയ്യുന്നുള്ളൂ. ഒരു ദിവസം കഴിഞ്ഞു പോയി. സോ അൺഫോർച്ചുനേറ്റ്ലി ഫാമിലി ഈസ് നോട്ട് എലിജിബിൾ ഫോർ എനി ടി എ. സോ ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പോൾ ഇത് രണ്ടും 1 month പ്രീസീഡിങ്ങും 6 months അത് കഴിഞ്ഞിട്ടുള്ള സക്സീഡിങ് മന്ത്സും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 25. An officer working in his native place at Kottayam was thrown out of service due to abolition of post and he was reappointed after 6 months at Thrissur. Is he eligible for transfer TA? അതായത് വാണ്ട് ഓഫ് വേക്കൻസി അദ്ദേഹത്തിന് സർവീസിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. എന്നിട്ട് അദ്ദേഹത്തിന് അടുത്ത പോസ്റ്റ് സാങ്ഷൻ ചെയ്ത് വന്നപ്പോൾ ഹി വാസ് റീഅപ്പോയിൻറ്റഡ് ടു തൃശ്ശൂർ. അദ്ദേഹത്തിനെ തൃശ്ശൂരേക്ക് മാറ്റി പോസ്റ്റ് ചെയ്തു. ഈസ് ഹി എലിജിബിൾ ഫോർ ട്രാൻസ്ഫർ ടി? ആ കേസിൽ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ടി എക്ക് എലിജിബിലിറ്റി ഉണ്ടോയെന്നാണ്. ഹി ഈസ് നോട്ട് എലിജിബിൾ. നോ, ദ ഗവൺമെൻറ് മേ പെർമിറ്റ് ഹിം ടു ഡ്രോ ടി എ ആസ് ഫോർ എ ജേർണി ഓൺ ടൂർ എക്സ്ക്ലൂഡിങ് അലവൻസസ് ഫോർ ഹാൾട്ട്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ടി എക്ക് എലിജിബിലിറ്റി ഇല്ല. ഓൺ ദി അതർ ഹാൻഡ് ഹി ഈസ് എലിജിബിൾ ഫോർ ടൂർ ടി എ.
അദ്ദേഹത്തിന് പഴയ സ്റ്റേഷനിൽ നിന്ന് പുതിയ സ്റ്റേഷനിലേക്ക് ടൂർ ടി എ വെച്ചിട്ട് എലിജിബിളായിട്ടുള്ള തുക നൽകാം എന്നർത്ഥം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 26. An officer was transferred to a new office 40 kilometers away from the old station temporarily for 1 month on public interest. Is he eligible for transfer TA? ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ 40 കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു താൽക്കാലിക അറേഞ്ച്മെൻറ്റിൽ ഒരു മാസത്തേക്ക് പോസ്റ്റ് ചെയ്തു. ഈ കേസിൽ അദ്ദേഹത്തിന് ടൂർ ടി എക്ക് എലിജിബിലിറ്റി ഉണ്ടോ? The answer is a big no. He is eligible for TA as on journey on tour. അദ്ദേഹത്തിനും ടൂർ ജേണിക്ക് അഡ്മിസിബിളായിട്ടുള്ള തുക മാത്രമേ നൽകാവൂ എന്നർത്ഥം. Then question number 27. When a member of the family of an officer on transfer follows him within 6 months from the date of transfer, the date of transfer of the officer means the date on which the officer. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഒന്നുകിൽ ഒരു മാസം ഹാൻഡിങ് ഓവർ ചാർജിന് ഒരു മാസം മുമ്പ് യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ടേക്കിംഗ് ഓവർ ചാർജിന് 6 മാസം ത്തിനകം യാത്ര ചെയ്യണം. ആ റൂളാണ് ഇവിടെ വീണ്ടും ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്? വിത്തിൻ 6 months യാത്ര ചെയ്യുകയാണ്. ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കണം? അപ്പോൾ അത് ടേക്സ് ഓവർ ചാർജ് അറ്റ് ദി ന്യൂ സ്റ്റേഷൻ. അതായത് ന്യൂ സ്റ്റേഷനിൽ ചാർജ് എടുത്ത ദിവസം ഏതാണോ അത് കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിനെ അനുഗമിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചേരാനായിട്ട് ഫാമിലിയും യാത്ര ചെയ്യണം എന്നർത്ഥം. അപ്പോൾ അവിടെ ചാർജ് ഔട്ട് സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നിടം മുതൽ 6 മാസം, വിടുന്നതാണെങ്കിൽ ഓൾഡ് സ്റ്റേഷനിൽ ചാർജ് വിടുന്നതിന് 1 മാസം മുമ്പ്. അത് കൺഫ്യൂഷൻ ഉണ്ടാവാതെ മനസ്സിലാക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 28. എ ഗ്രേഡ് 3 ഓഫീസർ on transfer from station A to station B travelled by rail along with his wife, dependent father and 2 children above 12 years. The maximum TA admissible is. അദ്ദേഹത്തിന് മാക്സിമം TA എത്ര കിട്ടും എന്നാണ്. അത് നമുക്കറിയാം. അദ്ദേഹം യാത്ര ചെയ്യുന്നതിന് 1 എലിജിബിലിറ്റി ഉണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ വൈഫ് കൂടി യാത്ര ചെയ്യുമ്പോൾ ഒന്നും കിട്ടില്ല. 2 മക്കളുണ്ട്, അതിൽ ഒരാൾ കൂടി ചേരുമ്പോൾ 2. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ആൾ കൂടി ചേരുമ്പോൾ 1 കൂടി കിട്ടും. അപ്പോൾ 3 മെമ്പേഴ്സിൻ്റെ ട്രാൻസ്ഫർ ടി എ ആണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അനുവദനീയമായിട്ടുള്ളതെന്നർത്ഥം. അപ്പോൾ ഫസ്റ്റ് ആളിനൊന്നുമില്ല, രണ്ടാമതൊരാൾ കൂടി ചേർന്നാൽ ഫസ്റ്റ് ആളിനൊരെണ്ണം കൺസേൺഡ് ഓഫീസർക്ക്, വൈഫ് കൂടി ചേരുമ്പോൾ അദ്ദേഹത്തിനൊന്നും കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് മെമ്പർ കൂടി ചേരുമ്പോൾ അപ്പോൾ 2 പേരായി, 2 പേർ കൂടെ ഒരെണ്ണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ കൂടെ ചേരുമ്പോൾ 2. ദാറ്റ് ഈസ് അപ്പോൾ 2 പ്ലസ് ഓഫീസർക്കുള്ള 1 3. പക്ഷേ അതിൽ കൂടുതൽ എത്ര പേരുണ്ടെങ്കിലും അഡ്മിസിബിലിറ്റി ഇല്ല എന്നർത്ഥം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 29. An officer goes on leave after he has given charge of his old post, but before taking over charge of his new post. An officer goes on leave after he has given charge of his old post, but before taking over charge of the new post. ന്യൂ പോസ്റ്റിൽ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഓൾഡ് പോസ്റ്റിൽ നിന്ന് ചാർജ് വിട്ടിട്ട് അദ്ദേഹം ലീവിൽ പോവുകയാണ്. ദി ഓഫീസർ വിൽ ബി എലിജിബിൾ ഫോർ ട്രാൻസ്ഫർ ടി എ ആസ് ഫോർ ജേർണി ഫ്രം ഹിസ് ഓൾഡ് പോസ്റ്റ് ടു ന്യൂ പോസ്റ്റ് ഇഫ് ദ പീരീഡ് ഓഫ് ലീവ് ഈസ് നോട്ട് എക്സീഡിങ്. അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ് ട്രാൻസ്ഫർ ടി എ റെഗുലേറ്റ് ചെയ്യുന്നതെന്നാണ്. അതായത് ഇഫ് ദ പീരീഡ് ഓഫ് ലീവ് 4 മാസത്തിൽ അധികരിച്ച കാലത്തേക്കല്ല അദ്ദേഹത്തിൻ്റെ ലീവെങ്കിൽ ഹി ഈസ് എലിജിബിൾ ഫോർ എ ട്രാൻസ്ഫർ ടി എ. അപ്പോൾ 4 months ആണ് കറക്റ്റ് ആൻസർ. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. An upper division clerk holding the post substantively gets appointed to the post of BDO. His eligibility for TA to join the new post will be എന്തായിരിക്കും എന്നാണ്. അതായത് ഒരു UDC ഹോൾഡിംഗ് സബ്സ്റ്റാൻറ്റീവ് അപ്പോയിൻമെൻറ്റൊക്കെ നമ്മൾ കേട്ടിട്ടാണ്. ആൻഡ് ഹീ ഈസ് അപ്പോയിൻറ്റഡ് ടു ദ പോസ്റ്റ് ഓഫ് ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ. BDO ആയിട്ട് അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ എലിജിബിലിറ്റി ഈസ് ഫോർ ട്രാൻസ്ഫർ TA എലിജിബിലിറ്റി ഉണ്ട്. ഹീ ഈസ് എലിജിബിൾ ഫോർ ട്രാൻസ്ഫർ TA.
അപ്പോൾ ഇത് പലതവണയായിട്ട് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ പ്രസക്തമായിട്ടുള്ളതാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് കൂടെ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ഈ വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നു. ഇതുകൂടി പഠിച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് കുറേ കൂടി വർദ്ധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ പരീക്ഷയിൽ അപ്പിയർ ചെയ്യാൻ പോകുന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാ മെമ്പേഴ്സിനും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാം ജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഐ നോ ദാറ്റ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു വിൽ കം ഔട്ട് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. All the blessings. Thank you very much for the patient hearing and for your valuable time. Namaskar.